മാസങ്ങളോളം പല്ലിയൊക്കെ അഭിനയിക്കുന്നു. അമലയാണ് ആ റൂമറിന്റെ പിന്നില്. മാസങ്ങളോളം പല്ല് തേക്കാൻ അഭിനയിക്കാനും കൂടെ നിൽക്കാനും എനിക്ക് പറ്റുന്ന അറിയില്ല. ഇനി അമലക്ക് അത് എപ്പോഴാണ് തോന്നിയതെന്നും എനിക്കറിയില്ല. കാര്യം ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരുന്നു കാണുമ്പോൾ. കാര്യം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അയാള്. ഒരു സമയം കഴിഞ്ഞപ്പോൾ അയാള് ലുക്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ജീവിത രീതിയെ പറ്റിയിട്ടൊന്നും അയാൾ ബോധേഡല്ല. സോഴ്സസ് അങ്ങനെ സൗകര്യമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, പുള്ളി ബോധേഡല്ലായിരുന്നു. ആരും കാണാനില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതിനു വേണ്ടി പല്ല് തേക്കാതിരുന്നിട്ടൊന്നുമില്ല. പിന്നെ ആ പല്ല് ഒരു പ്രോസ്തറ്റിക് ആണ്. ഒരു ഡോക്ടറെ കൊണ്ട് നമ്മുടെ റോണക്സ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ പല്ല് ഞാനാണ് ഡെയിലി വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഷൂട്ട് കഴിഞ്ഞത് റൂമിൽ കൊണ്ടുപോയി ഞാൻ തന്നെ രാവിലെ വൃത്തിയാക്കി കൊണ്ടുവരുമായിരുന്നു. അപ്പം ആ പല്ലാണ് കാണുന്നത്. എന്റെ പല്ല് അകത്തുണ്ട്. അത് ഞാൻ ഡെയിലി തേക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ഡെയിലി ഒരു സെൽഫി എടുത്ത് അയക്കും വീട്ടിലേക്ക് പിള്ളേർക്ക് ഗുഡ് മോർണിംഗ്. ഈ 3 കഥാപാത്രങ്ങൾ വെച്ചിട്ട് പ്രേക്ഷകർ 2.5 മണിക്കൂറോളം തിയേറ്ററിൽ ഇരുത്താന്ന് പറഞ്ഞത് കുറച്ച് പ്രയാസമായ കാര്യമല്ല. അതെങ്ങനെയാണ് സ്ക്രിപ്റ്റിൽ നോക്കിയത്? അത് ഈ 3 ക്യാരക്ടറിനെ വെച്ച് ഈ മോണോട്ടണസ് ആകാതെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു തോട്ടിൽ നിന്ന് ഉടലെടുത്തതല്ല സ്ക്രിപ്റ്റ്. ഈ സ്ക്രിപ്റ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഈ ക്യാരക്ടേഴ്സ് മതി, ഇതായിരുന്നു അതിന്റെ റിക്വയർമെന്റ്. അതുകൊണ്ടാണ് ആ സ്ക്രിപ്റ്റിലെ 3 ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ അത് നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഒരുപാട് ഇറ്റ്സ് അബൌട്ട് എ മാൻ ഹു ലിവ്സ് ഇൻ സോളിറ്റ്യൂഡ്. 2 ക്യാരക്ടേഴ്സ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ 2 പേര് സോഷ്യൽ സ്പെക്ട്രത്തിന്റെ എക്സ്ട്രീം എൻഡ്സിൽ നിൽക്കുന്ന 2 പേരാണ്. സോ ഇൻ റിയൽ വേൾഡ് സിനാരിയോ ഒരുപക്ഷെ അവർ കാണുക പോലും ചെയ്യാൻ സാധ്യതയില്ലാത്ത 2 പേര് ഒരുമിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ വി ഈഗർ ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ് ബിറ്റ്വീൻ ദ. അപ്പോൾ ആ ഒരു ബേസിക് പ്രമൈസിലാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ട് പറയാ, ജീതു സാറിന്റെ പേര് അസോസിയേറ്റഡ് ആകുമ്പോൾ ഒബ്വിയസ്ലി അതിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഹെൽപ്പ് ടു അട്രാക്ട് ദി ഓഡിയൻസ്. അറ്റ് ദ സെയിം ടൈം അതൊരു റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. സാറിന്റെ പേര് മോശമാക്കാണ്ട് നമ്മൾ സിനിമ ചെയ്യണമല്ലോ. സോ ഐ ഫീൽ വി ആസ് എ ടീം ഹാവ് ഡൺ ജസ്റ്റിസ് ടു ഇറ്റ്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കാം. ഞാനൊരു മിനിറ്റ് പറഞ്ഞു. ബേസിക്കലി 1-2 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് വിഷ്വല്, ഒരു ലൊക്കേഷൻ. സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസും ഒന്നുമില്ല. നമ്മൾ എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളത്. 2 പേരെ ഉള്ളൊരു 2 പേര് അത് വെൽ സ്ക്രിപ്റ്റഡ് ആണ്, വെൽ പെർഫോംഡ് ആണെങ്കിൽ ആ സിനിമ നിൽക്കും. എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എത്രയോ 100 ആർട്ടിസ്റ്റ് നിന്ന് അഭിനയിച്ച പടമൊക്കെ ഇവിടെ തിയേറ്ററിൽ കൂടെ സർവൈവ് ചെയ്യാതെ പോയിട്ടുണ്ട്. സോ അതല്ല എനിക്ക് ഇതിനകത്ത് ഏറ്റവും അട്രാക്ഷൻ തോന്നിയത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അർഫാസ് എന്നോട് വന്ന് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ അർഫാസ് അങ്ങനെ ചിന്തിച്ചല്ലോ എന്നുള്ളത്. ആസ് എ ഫിലിം മേക്കർ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി ചിന്തിച്ചു. ഇന്നേവരെ അർഫാസ് ഇപ്പം പറയുന്ന ലോകത്തിൽ ഇന്നേവരെ ആരും പറയാത്ത കാര്യമൊന്നുമല്ല. കാരണം ഞാൻ പണ്ട് ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഷേർ കപൂർ, ഞാൻ ഒത്തിരി ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. മഹേഷ് ഭട്ട്, ഷേർ കപൂർ ഇൻ്റർവ്യൂവിൽ മഹേഷ് ഭട്ട് ഷേർ കപൂറിനോട് ചോദിക്കുന്നുണ്ട്, ബഡ്ഡിങ് ഡയറക്ടേഴ്സിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു ബി എ ഗുഡ് ഡയറക്ടർ ഗോ അഗൈൻസ്റ്റ് ദ റൂൾസ് ഓഫ് ദ ഇൻഡസ്ട്രി എന്നാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരേ പാറ്റേൺ, ഒരേ ഇത് എങ്ങനെ ചെയ്യും, അങ്ങനെ ചിന്തിക്കുമ്പോൾ അർഫാസ് വന്ന് എന്നോട്, അർഫാസ് പല കഥകൾ പറഞ്ഞിട്ടുണ്ട്. അത് പലതും ബാക്കിയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. കാരണം മലയാളത്തിന് ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യാനും അത് ആസ്വദിക്കാനും കഴിവുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ കേരള മലയാളികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് തന്നത് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് വിഷ്വലും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഉണ്ട്, എഴുത്തുണ്ട്, ഇവരുടെ പെർഫോമൻസ് ഉണ്ട്. അതിലാണ് സിനിമ നിൽക്കുന്നത്. ഓഫ് കോഴ്സ് ഫോട്ടോഗ്രാഫി ഉണ്ട്, ബാക്കി എല്ലാ ഘടകങ്ങളും ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആസിഫ് ഖാൻ, ഈ പൊതുഗിരിക്ക് ശേഷം ഏറ്റവും അധികം ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള സിനിമയാണോ
ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിലെ മേക്കപ്പ് അല്ലെങ്കിൽ അതിന് വഹിച്ചിട്ടുള്ള കോസ്റ്റ്യൂംസ്, ലുക്സ്, 2 ലുക്ക് ഉണ്ടെന്നൊക്കെ ട്രെയിലർ കണ്ടപ്പോഴാണ് മനസ്സിലായത്. എത്രത്തോളം ഫിസിക്കലി ഡിമാൻഡിങ് ആയിരുന്നു ലെവൽ ക്രോസ്? ഫിസിക്കലി ഡിമാൻഡിങ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു മേജർ കൺസേൺ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ, ആ ഒരു അപ്പിയറൻസിലേക്ക് എത്തുമ്പോൾ അതൊരു ഫാൻസി ഡ്രസ് ആവരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലുക്ക് അതൊട്ടും ഈ ഏജ് കെട്ടി വെച്ച ഒരു ഫീൽ ഇല്ലാതെ കുറച്ച് റിയൽ ആയിരിക്കണം, ഒറിജിനൽ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3-4 ഗെറ്റപ്സ് നമ്മൾ ഫൈനൽ ചെയ്തിരുന്നു. കുറച്ചധികം കോസ്റ്റ്യൂംസ് ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ആ ഗെറ്റപ്പിലാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് ക്യാരക്ടർ നറേഷനിലേക്ക് മീറ്റ് ചെയ്യുന്ന ഏറ്റവും അടുത്തുള്ളൊരു ഗെറ്റപ്പായിട്ട് തോന്നിയതായിരുന്നു. അപ്പം അതിനോട്, ആ ക്യാരക്ടറിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഞങ്ങളെ കൊണ്ട് പോസിബിൾ ആയിട്ടുള്ളൊരു ഇത്. പിന്നെ ചാലഞ്ച് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും വലിയ ചാലഞ്ച് അത് തന്നെയായിരുന്നു. നമ്മൾ ഈ വേഷം കെട്ടുകയും പെർഫോം ചെയ്യുന്ന സമയത്ത് ക്യാരക്ടർ ലൂസ് ആവുകയും ചെയ്യുമ്പോഴാണ് അത് ഫാൻസി ഡ്രസ് ആവുന്നത്. അപ്പോൾ അത് ആവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഇനി പ്രേക്ഷകരാണ് പറയേണ്ടത്. ഇപ്പോൾ ഓരോ സമയത്തും മലയാളത്തിൽ ഓരോ സിനിമ ചെയ്യാൻ വേണ്ടി അമലപ്പോഴുള്ള ഒരു കാരണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ പ്രണയകഥ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇന്നസെന്റ് ഉണ്ടോ എന്നുള്ളതാണ് സത്യത്തിൽ കണ്ണോട് ചോദിക്കുന്നത്. അതുപോലെ ലാലേട്ടൻ്റെ കൂടെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാം, അല്ലെങ്കിൽ ജോഷി സാറിന്റെ ഡയറക്ഷനിൽ അഭിനയിക്കാം. ലെവൽ ക്രോസിന്റെ ഏറ്റവും വലിയ അങ്ങനത്തെ ഒരു കഥയല്ലാതെ ഇഷ്ടപ്പെടുത്തിയത് എന്താണ്? സത്യേട്ടനോട് ഞാൻ ഒരു ഇന്ത്യൻ പ്രണയകഥയിൽ ഇന്നസെന്റ് ആയിട്ട് ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്നാലേ ഞാൻ സിനിമ ചെയ്യുള്ളൂ എന്നുള്ളതല്ല. ഞാൻ ഇന്നസെന്റ് ആയിട്ട് ഭയങ്കര വലിയ ഫാനാണ്. പിന്നെ സത്യേട്ട ഫിലിമിലുള്ള ഒരു കോമൺ ഫാക്ടർ ആണല്ലോ, അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. പിന്നെ റൺ ബേബി റൺ ആണെങ്കിലും അതിന്റെ സ്റ്റോറി, ലാലേട്ടൻ, ജോഷി സർ, ഇറ്റ്സ് എ കോംബോ. അതൊക്കെ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആക്ച്വലി ഞാൻ ചൂസ് ആൻഡ് പിക്ക് ചെയ്ത ഫിലിംസ് അല്ല, എന്നിലേക്ക് വന്ന ഫിലിംസ് ആണിത്. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ജിത്തു സാർ വിളിക്കുന്നു എന്നെ. പിന്നെ ഞാൻ സ്റ്റോറി കേട്ടു. ആൻഡ് ഇതിൻ്റെ ആക്ടേഴ്സ് ആസിഫ് ആൻഡ് ഷറഫുദ്ദീൻ, ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്രൂ. ആൻഡ് മെയിൻലി എനിക്ക് ഇതിൻ്റെ സ്റ്റോറി, എനിക്ക് ആസ് എ ഡയറക്ടർ അർഫാസ് എനിക്കത് നറേറ്റ് ചെയ്തതും അർഫാസിൻ്റെ ഒരു വിഷൻ, അർഫാസിൻ്റെ ക്ലാരിറ്റി, എന്നെ അതെല്ലാമാണ് കൺവിൻസ് ചെയ്തത്. So overall it was a good project to be a part of എന്ന് തോന്നി. എനിക്കൊരു നല്ലൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു, ഇത് എന്തായാലും വർക്ക്ഔട്ട് ആവും. ബിക്കോസ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഇത് അത്രയും തന്നെ ഈ പടം അർഫാസ് എങ്ങനെയാണോ കാണുന്നത് അതേ വിഷൻ തന്നെയുള്ള ആക്ടേഴ്സും ടെക്നീഷ്യൻസും തന്നെയാണ് ഇതിന്റെ കൂടെ ഉള്ളത്. സോ അത് നന്നായിട്ട് വരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഈ ആരാണിത് പ്രസന്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻസും ബെഞ്ച് മാർക്കൊക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ ഡേവിഡ് ഫിഞ്ചർ ആണ് മൈൻഡ് റണ്ണർ പ്രസന്റ് ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സിൽ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ടല്ലോ. അല്ലെങ്കിൽ മണിരത്നം പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എസ്തെറ്റിക്സ് ഉണ്ട്. അതുപോലെ ജിത്തു ജോസഫ് പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ട്വിസ്റ്റുകൾ, ക്ലൈമാക്സിലെ റിവീലുകൾ, അതൊക്കെ ഇതിലൂടെയും വരുന്നുണ്ടോ ആ സാമ്യങ്ങളൊക്കെ? നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എങ്ങനെയെങ്കിലും ബെഞ്ച് മാർക്ക് ഒന്ന് ഒഴിവാക്കി തരാമോ? കാരണം ഈ ബെഞ്ച് മാർക്ക് കാരണം ജീവിക്കാൻ വരും. കാരണം ബേസിക്കലി എന്താ പറയുക, ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു, അതിനകത്ത് കുറച്ച് ത്രില്ലേഴ്സ് ആയിരുന്നു. ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്, ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട്, കാർട്ടൂൺ ഡ്രാമ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബെഞ്ച് മാർക്കിൻ്റെ ഒരു ഇതെന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എൻ്റെ പ്രോബ്ലം അതാണ്. അപ്പം ദൃശ്യം ഇറങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് ഏത് സിനിമ വന്നാലും ദൃശ്യം പോലെ ആയാലും, ഞാൻ പറഞ്ഞ വേറൊരു ദൃശ്യം 1 ഉം 2 ഒന്നിനെ കമ്പയർ ചെയ്ത് എനിക്ക് മനസ്സിലാക്കാം. അപ്പം എനിക്കതിപ്പോഴും കൺഫ്യൂസ്ഡ് ആകാം. അതുകൊണ്ട് ഞാൻ ദയവേത് പറയാം, എൻ്റെ ബെഞ്ച് മാർക്കും ലെവൽ ക്രോസ് തമ്മിൽ കണക്ട് ചെയ്യണ്ട. ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം, ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്ത നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ട് അതിനകത്ത്. അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ്. അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അല്ലാതെ നിങ്ങളിത് ഈ സിനിമ ജിത്തു ജോസഫിന്റെ യൂഷ്വൽ ട്വിസ്റ്റ് അങ്ങനെ പ്രത്യേകിച്ച് വരരുതേ. ഇതൊരു ഒരു വ്യത്യസ്തമായ ഒരു സിനിമ, ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ള രീതിയിൽ വരിക. അല്ലാതെ ഇതിനകത്ത് ഭയങ്കരമായ ട്വിസ്റ്റ് ഉണ്ട്, അല്ല ഭയങ്കരമായ ഹ്യൂമർ ഉണ്ട്, അങ്ങനത്തെ ഒന്നുമില്ല. ഇതൊരു ഡിഫറെന്റ്, അതേ പറയുന്നത് വ്യത്യസ്തമായൊരു സിനിമ എന്ന് കരുതി ഒരു കാര്യം ഞാൻ പറയുന്നത് ലോകത്തിൽ ഇന്നൊരു അനുഷ്ഠിച്ച് എന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷെ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ, അതാണ് എൻ്റെ വിശ്വാസം.
അത് ഇൻഡിപെൻഡന്റ് ആവണം, അത് ഏറ്റവും സന്തോഷിക്കുന്ന വ്യക്തിയായിരിക്കും. അർഫാസ് പല കഥകൾ പറഞ്ഞു നേരത്തെ പറഞ്ഞു, അതിൽ ഏതെങ്കിലും കഥ ജിത്തു സാർ ചെയ്യണമെന്ന് എന്തെങ്കിലും തോന്നുന്നു? അർഫാസ് പറയും ചെയ്യുന്ന ആഗ്രഹിച്ചു പറഞ്ഞാൽ ഞാൻ കാര്യം ചെയ്യാറുണ്ട്. അല്ല പറഞ്ഞ എനിക്ക് അർഫാസ് ഒരു നല്ലൊരു തോട്ട് എനിക്ക് എന്നോട് പറഞ്ഞു. പാവം കഷ്ടപ്പെട്ട് അതൊരു വർക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു. അത് അർഫാസിന് വേണ്ടി തന്നെ എനിക്കും ഇഷ്ടപ്പെട്ട ഒരു ഹ്യൂമർ ട്രാക്കിലുള്ള ഒരു സിനിമയാണ്, ഒരു ഇൻട്രസ്റ്റിംഗ് കൂടുതൽ. അത് പകുതി വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അതേ കഥയിൽ വേറൊരു സിനിമ വന്നു മലയാളത്തിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊരു ദിവസം വിളിച്ചു സാറേ ആ സിനിമ ഉണ്ടോ, അത് ഇത് തന്നെയാന്ന് പറഞ്ഞു. പിന്നെയും എന്നോട് ഓരോ തോട്ടുകൾ പറഞ്ഞു. അതൊക്കെ കുറച്ച് ഐഡിയാസ് എങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചിലത് പറയുമ്പോൾ ചില ഐഡിയാസ് നമ്മൾ സ്ക്രീൻ പ്ലേ ചെയ്ത് വർക്ക് ചെയ്ത് വരുമ്പോൾ അത് ഭയങ്കരമായിട്ടും നന്നായി വരാം. ചിലത് അത്രയും നന്നായി വന്നെന്ന് വരില്ല, ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ പലത് പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ചോദിച്ചു, കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് എന്നോട് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അർഫാസ് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആസ് എ ഫിലിം മേക്കർ നിങ്ങൾക്കത് ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ, യു ആർ സംതിങ് ഡിഫറെൻ്റ് എന്നുള്ളൊരു ഫീല് എനിക്ക് തോന്നി. ചിലപ്പോൾ ഓഡിയൻസിന് കിട്ടുമായിരിക്കും എന്നെനിക്ക് തോന്നി. അത് അല്ലാതെ പിന്നെ അർഫാസ് കൊണ്ടുവരുന്ന ഒരു കഥ ഇഷ്ടപ്പെട്ടാലും ഞാൻ മിണ്ടാൻ, എനിക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹം തോന്നി ഞാൻ മിണ്ടായിരിക്കത്തേ ഉള്ളൂ. കാരണം അത് അർഫാസ് കേട്ടെ ഞാൻ എന്ത് വരാത്തെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊഡ്യൂസർ അല്ല, അത് ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഏത് സമയത്തായിരുന്നു ഞാനത് പറഞ്ഞു, ദൃശ്യം 2 തെലുങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിളിച്ച് പറയുന്നത്. അപ്പം അന്നത്തെ ക്ലാസിഫായിട്ടൊക്കെ സംസാരിച്ചു അല്ലേ, ഇല്ല അതിന് മുമ്പ്. അപ്പം ഞാൻ ആദ്യം പ്രൊഡ്യൂസറോടാണ് സംസാരിച്ചത്, അത് മറന്നുപോയി. ഞാനാണ് രമേശ് സാറിനോട് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിനും കഥ ഇഷ്ടപ്പെട്ടു, അദ്ദേഹം അങ്ങനെയാണത് ഏറ്റെടുക്കാൻ തയ്യാറായത്. ചാലഞ്ചിങ് ആയിരുന്നു, കാരണം ഫിസിക്കലി അല്ലെങ്കിൽ ലുക്ക് വൈസ് ഒന്നും അല്ല, ബട്ട് പെർഫോമൻസ് വൈസ്. കാരണം ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, ഈ ക്യാരക്ടേഴ്സിലൂടെയാണ് ഇതിന്റെ സ്റ്റോറി പോകുന്നത്. അപ്പം ഒത്തിരി ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്ത ചേത്താലി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ എനിക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ക്ലാരിറ്റി വേണ്ട ഒരു ക്യാരക്ടറായിരുന്നു. ഐ റിമെമ്പർ ഞാൻ ജിത്തു സാറിനെയും ഓർമ്മ, ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു സൈക്യാട്രിസ്റ്റാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. അപ്പം ഞാനൊരു ഡോക്ടർ, ഒരു സൈക്യാട്രിസ്റ്റ്, എനിക്കറിയാവുന്ന ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ക്ലാരിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിരുന്നു. ബട്ട് അർഫാസ് വാസ് ദയർ. എനിക്ക് എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ വ്യക്തമായി ക്ലിയർ ചെയ്ത് തന്ന്. അപ്പോൾ ആ ഒരു മെന്റൽ എക്സസൈസ്, ആ ഒരു പ്രോസസ്സ് വെച്ച് നോക്കുമ്പോൾ ചാലഞ്ചിങ് ആയിരുന്നു. ബട്ട് എനിക്ക് ഐ റിയലി വോണ്ട് ടു താങ്ക് ഞങ്ങളുടെ DOP അപ്പു പ്രഭാകർ. ലൈക്ക് നമ്മൾ ചില സിനിമയിൽ നമുക്ക് തോന്നില്ലേ നമ്മളെ കാണാനായിട്ട് വളരെ ഭംഗിയുണ്ടെന്ന്. ലൈക്ക് ഐ ലുക്ക് റിയലി ഗുഡ്, ലൈക്ക് പ്രസന്റഡ് വെരി വെൽ. ചില ആംഗിൾസ് ലൈക്ക് എല്ലാം ഞാൻ ചെയ്യുന്ന എൻ്റെ പെർഫോമൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ. അപ്പം ആ ഒരു രീതിയിൽ എനിക്ക് ഐ എം റിയലി ഹോപ്പിംഗ് ഓഡിയൻസിന് ഇത് കാണുമ്പം മേ ബി ഒരു ഇന്ത്യൻ പ്രണയകഥയ്ക്കൊക്കെ ശേഷം എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞിരുന്നു ആ ലവ് സോങ് ഒക്കെ കണ്ടപ്പം അതിനുശേഷമാണ് അമലേനെ ഇങ്ങനെ കാണുന്നത് മലയാളത്തിൽ, അങ്ങനത്തെ ഒരു പെർഫോമൻസ്. അപ്പം ഞാനും എക്സൈറ്റഡ് ആണ്. മേ ബി ഇത് കഴിയുമ്പം ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു വൈബ് ഇത് ക്രിയേറ്റ് ചെയ്യുമെന്ന് എനിക്കും ഒരു പ്രതീക്ഷയുണ്ട്.